കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ നടന്ന ഹൈബ്രിഡ് ടോട്ടൽ റോബോട്ടിക് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ദാതാവും രോഗിയും ആശുപത്രി വിട്ടു. ഇരുവർക്കും ആശുപത്രിയിൽ യാത്രയയപ്പ് നൽകി. ദാതാവിനും രോഗിക്കും ഒരേ സമയം ഹൈബ്രിഡ് ടോട്ടൽ റോബോട്ടിക് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുന്നത് രാജ്യത്ത് തന്നെ അപൂർവമാണ്. റോബോട്ടിക് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ ആയതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ ഇരുവരും ആരോഗ്യത്തിലേക്ക് എത്തിയെന്നതും രോഗിയെപ്പോലെ വൃക്കദാതാവിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നുവെന്നതുമാണ് ടോട്ടൽ റോബോട്ടിക് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ പ്രത്യേകത. അതിനൂതനമായ മെഡ്ബോട്ട് റോബോട്ടിക് സിസ്റ്റവും ഡാവിഞ്ചി റോബോട്ടിക് സിസ്റ്റവുമാണ് ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗിച്ചതെന്നും നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട് പറഞ്ഞു. ടോട്ടൽ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ഒരു സർജറി, അതായത് വൃക്ക ദാതാവിനും വൃക്ക സ്വീകർത്താവിനും ഒരേ സമയം 2 റോബോട്ടിക് സിസ്റ്റംസ് വഴി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ഒരു ദിവസമായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ആ ഒരു രോഗി ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ സുഖം പ്രാപിച്ച് ഇന്ന് ഡിസ്ചാർജായി പോവുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ്. ഇതുമൂലം രോഗിക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ദാതാവിന് ഒരു 2 ദിവസം കൊണ്ട് തന്നെ വളരെയധികം വേഗം സുഖം പ്രാപിക്കാനും പെട്ടെന്ന് ഡിസ്ചാർജ് ആകാനും ഡോണർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ റെസിപ്പിയൻറ്റിന്, കിഡ്നി സ്വീകരിക്കുന്ന വ്യക്തിക്ക് ആ ഒരു സർജറിയുടെ സമയത്തുള്ള കോംപ്ലിക്കേഷൻസൊക്കെ വളരെ ഏറ്റവും മിനിമലാക്കാനും ആ ഒരു അനാസ്റ്റമോസിസ്, കിഡ്നി ഘടിപ്പിക്കുന്ന ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഏറ്റവും പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ഏറ്റവും ഫാസ്റ്റായിട്ടൊരു ഡിസ്ചാർജും സാധിക്കുന്നു എന്നുള്ളതും ആണ് ഈ ഒരു പേഷ്യൻറ്റിന് കിട്ടുന്ന ബെനിഫിറ്റ്. ഒരു വലിയ മെഡിക്കൽ ടീമിൻ്റെ സഹായത്തോടെ ആണ് കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിന് ഈ ഒരു പ്രൊസീജിയർ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ ഇരുവരും സുഖം പ്രാപിച്ചു. ആരോഗ്യനില മികച്ചതായതിനാലാണ് ഡിസ്ചാർജ് നൽകിയത്. റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെറിയ മുറിവിലൂടെ തന്നെ ശസ്ത്രക്രിയ നടത്താൻ കഴിയുമെന്നതും രക്തസ്രാവം, വേദന, അണുബാധ എന്നിവ വളരെ കുറവാകുന്നതും രോഗിയുടെ വേഗത്തിലുള്ള സുഖപ്രാപ്തിക്ക് കാരണമാകുന്നുവെന്നും പ്ലാസ്റ്റിക് കോസ്മെറ്റിക് റീകൺസ്ട്രക്റ്റീവ് ആൻഡ് മൈക്രോവാസ്കുലർ സർജറി യൂണിറ്റ് ഹെഡും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സുബിൻ ജോസഫ് പറഞ്ഞു. നമ്മുടെ ഈ രോഗി വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കട്ടെ, നമ്മുടെ ഈ രോഗി വന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതിനെ പറ്റി ഒരു കൺസേൺ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ദൂരത്തു നിന്നുള്ള ഒരാൾ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറേ ദിവസം എടുത്തു കഴിഞ്ഞാൽ അവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്, പോയി കഴിഞ്ഞാൽ ഉടനെ വരില്ല. അപ്പോൾ ഒരു ഹൈബ്രിഡ് ട്രാൻസ്പ്ലാന്റ് ആയതുകൊണ്ട് സാധാരണഗതിയിലുള്ള ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് 1-2 ആഴ്ചയിൽ കൂടുതൽ എടുക്കും. അപ്പോൾ ഹൈബ്രിഡ് ട്രാൻസ്പ്ലാന്റ് ആയതുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി. അതാണ് ഈ ഹൈബ്രിഡ് റീനൽ ട്രാൻസ്പ്ലാന്റിന്റെ പ്രത്യേകത. ആധുനികവും സുരക്ഷിതവുമായ ചികിത്സ സാധാരണ ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കിംസ് ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ അറിയിച്ചു. ദക്ഷിണേന്ത്യയിൽ തന്നെ റോബോട്ടിക് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ അഗ്രഗണ്യരായ ഡോക്ടർ മോഹൻ കേശവമൂർത്തി, ഡോക്ടർ കാർത്തിക് റാവു, ഡോക്ടർ അമൽ ജോർജ്, ഡോക്ടർ സൂരജ് ജയദേവ റെഡ്ഡി, നെഫ്രോളജിസ്റ്റുമാരായ ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട്, ഡോക്ടർ പ്രിയ എന്നിവർ ഉൾപ്പെടുന്ന വിദഗ്ധ മെഡിക്കൽ ടീമിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. PORFA കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടർമാരെ ചടങ്ങിൽ ആദരിച്ചു. ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ P രവീന്ദ്രൻ, ആശുപത്രി മാനേജ്മെന്റ് ടീം, മറ്റു ഡോക്ടർമാർ, മെഡിക്കൽ ടീം അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.